പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നാൽ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാവ് 29:11, ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മുടെ മുമ്പിൽ എന്താണെന്ന് കാണാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും ദൈവവേദലേ? പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ് യെരമ്യാവ്. യെരമ്യാവ് ഒരു പ്രവാചകനാണ്. ദൈവത്തിൽ നിന്നുള്ള മെസ്സേജസ് തൻ്റെ ജനത്തിന് അവൻ ഡെലിവറി ചെയ്യും. ഈ ജനം പ്രവാസികളായി ബാബിലോണിലായിരിക്കുക. പക്ഷെ അവിടെ ആയിരിക്കേണ്ടവരല്ല. അതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാന്. പക്ഷെങ്കിൽ ദൈവം അവരെ നേരിട്ട് അവിടുന്ന് വിടുവിക്കുന്നതിന് മുമ്പ് യെരമ്യാവ് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് യെരമ്യാവ് 29:5 നാം കാണുന്നു. അതിങ്ങനെ പറയുന്നത്: നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പീൻ. പ്രൈസ് ഗോഡ്. യെരമ്യാവ് 29:7 ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിനു വേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പീൻ. അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മ ഉണ്ടാകും. കുറച്ച് വാക്യങ്ങളിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പറയുന്ന ഒരു ഭാഗം നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 10. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുള്ളൂ. പ്രൈസ് ഗോഡ്. 70 years. നമ്മളിൽ പലരും ദൈവമക്കളെ 70 സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാനും മാത്രം ക്ഷമയുള്ളവരല്ല. പിന്നെയാണോ 70 വർഷം? അപ്പോൾ നല്ല സുഖമാണ് അടുത്ത വാക്യം നമ്മൾക്ക് കേൾക്കാൻ. 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കോണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്ലാനിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കണം. 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ആദ്യം 3 കാര്യം പെട്ടെന്നൊന്ന് പറയാം. 1, ഗോഡ്സ് പ്ലാൻസ് ക്യാൻ ടേക്ക് ടൈം. ദൈവത്തിൻ്റെ പ്ലാനിന് സമയമെടുക്കും. വെയിറ്റിംഗ് സീസൺസ് ആർ ഇൻ വേസ്റ്റഡ് സീസൺസ്. നീ വെയിറ്റ് ചെയ്യുന്ന കാലഘട്ടമുണ്ടല്ലോ, അത് വെറുതെ വേസ്റ്റായി പോകുന്ന കാലഘട്ടം അല്ല. 3, ഹിസ് പ്ലാൻസ് ആർ ഗുഡ്. അവൻ്റെ പ്ലാനുകളെല്ലാം നല്ലത് തന്നെയാണ്. ഇതാണ് 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ, ഗുഡ് പ്ലാൻസ് ക്യാൻ ടേക്ക് ടൈം. നല്ല പ്ലാനിന് ടൈം എടുത്തു എന്നിരിക്കും. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ 70 വർഷം ക്യാപ്റ്റിവിറ്റിയിലായിരിക്കും, പ്രവാസത്തിലായിരിക്കും. അപ്പോൾ ഈ പ്രോമിസ് കൊടുക്കുമ്പോൾ അനേകരും ഈ പ്രോമിസിൻ്റെ മറ്റേ സൈഡ് എന്തുവാണെന്നറിയുന്നില്ല, കാണുന്നില്ല. ചിലപ്പോൾ ഒരു ഫീലിംഗ് വരുന്നത് എന്നാന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ റിവീൽ ചെയ്യാനായിട്ട് ധാരാളം സമയമെടുക്കും ഇനി. പക്ഷേ റിയാലിറ്റി എന്തുവാണെന്ന് വെച്ചാൽ മനസ്സിലാക്കണമേ, നിൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്ലാന് അത് ഏറ്റവും നല്ലതായിരിക്കും. അത് നിനക്ക് മാത്രമല്ല നല്ലത്, നിനക്ക് പിൻഗാമികളായി പുറപ്പെട്ടു വരുന്ന എല്ലാ ജനറേഷൻസിലും ആ ദൈവത്തിൻ്റെ പ്ലാനിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും. നീ അതറിയുന്ന പോലും ഇല്ലായിരിക്കും, പക്ഷേ അറിയണം.
രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റിംഗ് സീസൺ ആർ ഇൻ വേസ്റ്റഡ് സീസൺസ്. മനസ്സിലായിക്കേ, ദൈവം വെറുതെ അല്ല അവരോട് പറഞ്ഞത് വെയിറ്റ് ചെയ്യണമെന്ന്. ആ സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കണമെന്നുമല്ല പറഞ്ഞത്. ആ 70 ഇയേഴ്സിൽ അവൻ പറഞ്ഞത് എന്തുവാ? നിങ്ങൾ സമാധാനത്തിനും ഐശ്വര്യത്തിനുമായിട്ട്, നിങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൻ്റെ സമാധാനത്തിനും ഐശ്വര്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നീ ഇപ്പോൾ എവിടെ ആയിരിക്കുന്നു ദൈവപൈതലേ, അവിടെ ദൈവത്തിന് നിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഇമ്പാക്റ്റ് നീ ആയിരിക്കുന്നിടത്ത് ഉണ്ടാക്കുവാൻ നീ ശ്രദ്ധ വെക്കുക. എന്നിട്ട് ദൈവം നിന്നെ ഇതുവരെ എത്തിക്കാത്ത ഒരു സ്ഥലത്തെ നന്മ നീ പ്രാപിക്കേണ്ടതിന് നീ വെയിറ്റ് ചെയ്യുക. മൂന്നാമത്, ദൈവത്തിൻ്റെ പ്ലാൻസ് എല്ലാം നല്ലതാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ നീ അതിൻ്റെ നന്മ കാണുന്നില്ലെങ്കിലും 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളത്. അവ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ ഒന്നും തിന്മയ്ക്കല്ല, അത് നിൻ്റെ നന്മയ്ക്കായിട്ട് തന്നെ ഉള്ളതാണ്. എല്ലാം ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് നല്ലതായിട്ട് വരുമെന്നൊന്നും കുഞ്ഞെ നീ കരുതണ്ട. പക്ഷേ നീ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, നിൻ്റെ ഭാവിക്ക് വേണ്ടി നീ ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാണെങ്കിൽ, അതർ സൈഡിൽ നീ കാണാൻ പോകുന്നത് നന്മ തന്നെയായിരിക്കും. പ്രൈസ് ഗോഡ്. അനേക നല്ല കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ കടന്നു വരും. ഞാൻ പറയട്ടെ, ഗ്രാജുവേഷന്, കരിയർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നല്ലത് നിൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. യോശുവയെ നോക്കുമ്പോൾ, മോസസിനെ നോക്കുമ്പോൾ, അവരൊക്കെ റിയൽ ലീഡേഴ്സ് ആയിരുന്നു, അല്ലേ? യോശുവ മോശയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽസിനെ ലീഡ് ചെയ്ത് അവകാശങ്ങളൊക്കെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കേണ്ട വലിയ ബർഡൻ യോശുവയുടെ മേൽ വീണു. ഞാൻ ചോദിക്കട്ടെ, സൗണ്ട്സ് ലൈക്ക് എ ലോട്ട് ഓഫ് പ്രഷർ, റൈറ്റ്? ദൈവം യോശുവയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ 3 കാര്യം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1, ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. ദൈവത്തിനറിയാം യോശുവയുടെ മുമ്പിലുള്ള ടാസ്ക് വളരെ വലിയ ടാസ്ക്കാണ്. യോശുവയുടെ മനസ്സിൽ ഭയം കാണുമെന്ന് ദൈവത്തിനറിയാം. പക്ഷേ ദൈവത്തിനറിയാവുന്ന വേറൊരു കാര്യമാണ്, തീർച്ചയായിട്ടും താൻ പറയുന്നത് പോലെ യോശുവ നിൽക്കുമെന്നും ധൈര്യത്തോടുകൂടി നിന്ന് താൻ അസൈൻ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യുമെന്നുള്ള ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് താൻ യോശുവയോട് പറയുന്നത്, ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. മനസ്സിലാക്കണമേ, ദൈവം എങ്ങനെ മോശയോടുകൂടിയിരുന്നോ അതുപോലെ യോശുവയോടും കൂടെ ഇരിക്കുമെന്നുള്ളൊരു ഉറപ്പ് ദൈവം കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് സീസൺ അതിലേക്ക് നീ എൻ്റർ ചെയ്യുമ്പോൾ നീയും ഇതുപോലെ സ്ട്രോങ് ആയിരിക്കുമോ? നീയും ഇതുപോലെ കൊറേജിയസ് ആയിട്ട് ഇരിക്കുമോ? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ഗോഡ്. എന്ത് ഭയം നിൻ്റെ ജീവിതത്തിൽ വന്നാലും, അപ്രതീക്ഷിതമായിട്ടുള്ള ചില സെറ്റ് ബാക്ക് നിനക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും, ഒരു കാര്യം ഓർത്തോണേ, ദൈവം നിന്നോടുകൂടെ ഉണ്ട്. എന്ത് ദൈവം ആദ്യമേ കൽപ്പിച്ചോ, നിനക്ക് നിൻ്റെ കയ്യിൽ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യും. വി ക്യാൻ ട്രസ്റ്റ് ഗോഡ് വിത്ത് അവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാവി കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആശ്രയിക്കാം. കാരണം അവൻ്റെ പ്ലാൻസ് എല്ലാം ബെറ്റർ പ്ലാൻസ് ആയിരിക്കും, നല്ല പ്ലാൻസ് ആയിരിക്കും. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കാമേ. അവസാനം ഒരു കാര്യം ഓർത്തോണം, ദൈവം നമ്മളെ കെയർ ചെയ്യും. ദൈവം നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിലും അധികമായിട്ട് നമ്മെ സ്നേഹിക്കുന്നുണ്ട്.
ജീവിതത്തിൻ്റെ മുമ്പിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ദൈവം നമ്മെ ഉപേക്ഷിക്കത്തുമില്ല. ലൈഫ് ചേഞ്ചസ് ബട്ട് ഗോഡ് നെവർ ചേഞ്ചസ്, അല്ലേ? നൈദർ ഡസ് ഹിസ് ലവ് ഫോർ us. നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തിനും ഒരു വ്യതിചലനവും വ്യത്യാസവും വരത്തില്ല. അതുകൊണ്ട് ഓർത്തോണമേ, ദൈവത്തിൻ്റെ പ്ലാൻ നിനക്ക് ക്ലിയർ അല്ല എന്ന് ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും നീ ചോദിച്ചതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും, നല്ലതായിരിക്കും, അതുപോലെതായിരിക്കും. നീ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയട്ടെ, എന്തിനും നീ ഒരുക്കമുള്ളവനായി കാണപ്പെടും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ പ്ലാൻ ഞങ്ങളെക്കുറിച്ചുള്ളത് എല്ലാം നന്മയ്ക്കായിട്ടാണ്, ഒന്നും തിന്മയ്ക്കായിട്ടല്ല. ആരംഭവും അവസാനവും ഒരുപോലെ കാണുന്ന കർത്താവ് അവസാനം ഏറ്റവും മനോഹരമാക്കി നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.